സ്വാമി ശരണം. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി പഠന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ശ്രീ ശങ്കരാചാര്യ വിരചിത രചനകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കായിട്ട് പാഠങ്ങൾ പറഞ്ഞു തരുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ജയശൻജിയാണ്. അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇന്ന് ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം പറയുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് പ്രാർത്ഥനയ്ക്കായി സരസ്വതി ഒപ്പോള് ഞാൻ ക്ഷണിക്കുകയാണ്. അജ്ഞാനാന്തർ ഗഗനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവതവശിഖാ താപപാപാസ്യ മാനാൻ മോക്ത്വാ മൗനം വടവിടവിനോ മൂലദോ നിഷ്പദന്തി ശംഭോ മൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജി ശങ്കര. വളരെ സന്തോഷം. ജയശൻജിയെ സാദരം ക്ഷണിക്കുന്നു. ജയശങ്കര ജയശങ്കര. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുജഭി വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുജഭിർ വചോഭിർവാഗ്ദേവീ മദനകമലാമോദമധുരൈ. ജയശങ്കര. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കൃതികളെ അർത്ഥമറിഞ്ഞ് ഉപാസനയ്ക്ക് ഉതവണ്ണം പഠിക്കുകയും അതുപോലെ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ശങ്കരാചാര്യ കൃതികളിലെ ശ്രേഷ്ഠമായ കൃതികളിൽ ഒന്നായ, എല്ലാം തന്നെ ശ്രേഷ്ഠമാണ്, അതുകൊണ്ടാണ് ശ്രേഷ്ഠമായ കൃതികളിൽ ഒന്നായ സൗന്ദര്യലഹരിയെ അർത്ഥമറിഞ്ഞ് ഉപാസനയ്ക്ക് വേണ്ടി പഠിക്കുവാൻ നാം ശ്രമിച്ചു. 100 ശ്ലോകങ്ങളും നമ്മൾ അർത്ഥമറിഞ്ഞ് പഠിച്ചു. അതിൽ പലരും അതിനെ ഉപാസിക്കുന്നു എന്നറിയുന്നതും വളരെയധികം ചരിതാർത്ഥജനകമാണ്. അതിനുശേഷം ഭജഗോവിന്ദം അല്ലെങ്കിൽ മോഹമുദ്ഗരം എന്ന ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടേതായിരിക്കുന്ന പ്രകരണ ഗ്രന്ഥത്തെ അർത്ഥമറിഞ്ഞ്
ജീവിത ലക്ഷ്യം വേദാന്ത ചിന്തയെ വളരെ ലളിതമായി വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ഈ പറയുന്ന മോഹമുദ്ഗരം അല്ലെങ്കിൽ ഭജഗോവിന്ദം എന്ന പ്രകരണ ഗ്രന്ഥം. അപ്പോൾ വളരെ ഗഹനമായ തത്വങ്ങളും സത്യങ്ങളും എല്ലാം വളരെ ലളിതമായിട്ട് ഉള്ള ഭാഷയിലാണ് ഈ ഭജഗോവിന്ദം ആചാര്യസ്വാമികൾ രചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആചാര്യസ്വാമികളുടേതായിട്ട് അനേകം കൃതികളുണ്ട് എന്ന് നാം പറഞ്ഞു. ആചാര്യസ്വാമികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിരിക്കുന്ന കൃതികൾ ഏതൊക്കെയാണ് എന്നുമെല്ലാം നാം വളരെ വിശദമായിട്ട് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹമുദ്ഗരം എന്ന് പറയുന്ന ഈ പ്രകരണ ഗ്രന്ഥം അല്ലെങ്കിൽ ഭജഗോവിന്ദം ഭഗവാനെ ജീവിത ലക്ഷ്യത്തിലോട്ട് മനുഷ്യനെ അടുപ്പിക്കുവാൻ വേണ്ടി ഉള്ള ഒരു കൃതിയായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ ഇത് രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്. ചർപ്പട പഞ്ചരിക എന്ന് 14 ശ്ലോകങ്ങളും ദ്വാദശ പഞ്ചരിക എന്ന 12 ശ്ലോകങ്ങളും. എന്നിരുന്നാലും ദ്വാദശ പഞ്ചരികയിൽ 15 എണ്ണമുണ്ട്, ചർപ്പട പഞ്ചരികയിൽ 14 കാണേണ്ടത്, എങ്കിലും 19 കാണുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് 33 ശ്ലോകങ്ങളാണ് ശങ്കരാചാര്യസ്വാമികൾ ഈ കൃതിയിൽ രചിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് 16ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലുന്നത്. സുഖദ ക്രിയതേ രാമഭോഗ പശ്ചാദന്ത ശരീരേ രോഗ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ചതി പാപാചരണം. സുഖദ ക്രിയതേ രാമഭോഗ പശ്ചാദന്ത ശരീരേ രോഗ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ചതി പാപാചരണം. വീണ്ടും മരണകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്ലോകങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് നാം ഇതിനു മുമ്പ് സംസാരിക്കുകയും ചെയ്തു, അല്ലേ? സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ഞകരണേ. ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പല സന്ദർഭങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു ഓരോ ശ്ലോകത്തിലും. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വളരെ ദീർഘവ്യാഖ്യാനത്തിലേക്ക് ഇന്ന് ഞാൻ കടക്കുന്നില്ല. സുഖത എന്ന് പറയുന്നത് എന്താണ്? സുഖം അന്വേഷിച്ച് സുഖത്തിനായിട്ട് ക്രിയതേ ക്രിയതേ എന്നുള്ളത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. സുഖത ക്രിയതേ രാമഭോഗ. രാമഭോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭോഗത്തിനായിട്ട് എന്തിലൊന്നിലാണോ രമിക്കുന്നത്, ഭോഗത്തിൽ രമിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള ക്രിയകൾ ചെയ്യുകയാണ് എന്നാണ്. അപ്പോൾ ലൗകിക സുഖങ്ങളിൽ സ്ത്രീഭോഗം അല്ലെങ്കിൽ പുരുഷഭോഗം അല്ലെങ്കിൽ മറ്റ് കാമങ്ങൾ, അങ്ങനെ ഭോഗത്തിന് വേണ്ടി ആശ്രയിച്ചുകൊണ്ട് മനുഷ്യൻ ക്രിയകൾ സുഖത ക്രിയതേ രാമഭോഗ എന്നാണ് പറയുന്നത്. ഭോഗങ്ങളിൽ രമിച്ചുകൊണ്ട് അതിനുള്ള ക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് എന്താ? പശ്ചാദന്ത ശരീരേ രോഗ. പശ്ചാത് ഹന്ത എന്നാണ്. അപ്പോൾ പശ്ചാദന്ത ശരീരേ രോഗേ. പശ്ചാത് പിന്നീട്, പിൽക്കാലത്ത്. എപ്പം? സന്നിഹിതേ കാലേ. കാലേ സന്നിഹിതേ സംപ്രാപ്തേ. ജീവിതം മരണത്തോടടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയ. ഓരോ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും മനുഷ്യൻ തൻ്റെ ജീവിതം ദേഹദേഹി വിയോഗത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും എന്താണ്? ഈ ആശാമുഞ്ചം അത് നമുക്ക് തീരുന്നില്ല. ആശാപാശത്തിൽ പെട്ട് കിടക്കുകയാണ്. ഷഡ്വൈരികളിൽ നാം പെട്ട് കിടക്കുകയാണ് എന്ന് നാം പറഞ്ഞു. അപ്പം ഇവിടെയും പറയുന്നത് അതാണ്. പശ്ചാദന്ത ശരീരേ രോഗേ. പിന്നീട് എന്താണ്? ശരീരത്തിൻ്റെ ആ യൗവനമെല്ലാം മാറി ചുക്കിച്ചൊളിഞ്ഞു, അല്ലേ? അതിന് അസുഖങ്ങളിലേക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങളായോ നമുക്കറിഞ്ഞൂടെ. പലർക്കും ഷുഗറുണ്ട്, പ്രഷറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ അസുഖങ്ങളായിട്ടാണ് നമ്മൾ അതിനു വേണ്ടി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും എന്താണ്? യദപി ലോകേ മരണം ശരണം. അപ്പം അങ്ങനെയെല്ലാം ആണെങ്കിലും എൻ്റെ ഈ ശരീരത്തിൽ ഇപ്പോൾ ചിലർക്ക് ക്യാൻസറാണ്, അല്ലെങ്കിൽ ഷുഗറാണ്, ഡയബറ്റിക്കാണ്, കിഡ്നിക്ക് അസുഖമാണ്, ലിവറിന് അസുഖമാണ്. ഇങ്ങനെ പല പല അസുഖങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൽ ആ ഒരു ദേഹിയെ പിന്തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും എന്താണ്? ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ആ ആത്മാവിന്
ആഗ്രഹങ്ങൾ മാത്രമാണ്. യദപി ലോകേ മരണം ശരണം. എങ്ങനെ മരണം ശരണം? എനിക്ക് ഈ മരണം മാത്രമേ, ഈ ദേഹത്തിൽ നിന്നും ഈ ദേഹി വിയോഗം ചെയ്തെങ്കിൽ മാത്രമേ മുക്തിയുള്ളൂ എന്നറിയാം. എന്നിരുന്നിട്ട് പോലും തദപി ന മുഞ്ചതി പാപാചരണം. അപ്പം യദ്യപി ലോകേ മരണം ശരണം, ഈ ലോകത്തിൽ നിന്ന് മരണം മാത്രമേ എനിക്ക് ശരണമായിട്ടുള്ളൂ എന്ന് വളരെ നന്നായിട്ടറിയാം. ഇപ്പം ക്യാൻസർ പിടിച്ചയാൾ ഞാൻ മരിച്ചാലേ പോവുള്ളൂ, എന്നാൽ പോലും എങ്ങനെയെങ്കിലും വേദന കൺട്രോൾ ചെയ്യണം. വേദന സംഹാരികൾ നമ്മൾ കഴിച്ചു ജീവിക്കുന്നു. വീണ്ടും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നാം നിയതമായിട്ട് ക്ലേശകരമായ യത്നങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തദവിന മുഞ്ചതി പാപാചരണം, എന്നിരുന്നാൽ പോലും പാപാചരണം മുഞ്ചതി ന മുഞ്ചതി, ഉപേക്ഷിക്കുന്നില്ലല്ലോ എന്നാണ് ഭഗവാൻ പറയുന്നത്. ന മുഞ്ചതി, എന്തിനെ? പാപാചരണം, പാപകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത്. ആചരണം, അനുഷ്ഠിക്കുക. പാപാചരണം, പാപകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത്. ന മുഞ്ചതി, ഉപേക്ഷിക്കുന്നില്ല. തദപി, എന്നിരുന്നാലും. എങ്ങനെ ഇരുന്നാലും? തൻ്റെ യൗവനകാലത്ത് ഭോഗങ്ങൾക്ക് വേണ്ടി സമയം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇച്ഛകൾ, അപ്പം തൻ്റെ ക്രിയകളെല്ലാം സുഖഭോഗത്തിന് വേണ്ടി മാത്രമായിരിക്കുന്നു. പിന്നീട് പിൽക്കാലത്ത് പശ്ചാത് ഹന്ത കഷ്ടം എന്നാണ്. ഹന്ത കഷ്ടം, പശ്ചാത് കഷ്ടമാണ്. പിന്നീട് ഈ ശരീരത്തിന് രോഗാവസ്ഥ ബാധിച്ചു കഴിയുകയാണ്. ശരീരത്തിന് പ്രായം വന്നു, രോഗാവസ്ഥ ബാധിച്ചു കഴിഞ്ഞു. യദ്യപി, എന്നിരുന്നാൽ പോലും ലോകേ മരണം ശരണം. അതാണ് മരണം ശരണം. യദ്യപി ലോകേ, മരണം മാത്രമേ ഈ ലോകത്തിൽ നിന്ന് എനിക്ക് ശരണമായിട്ടുള്ളൂ എന്നറിയാമെങ്കിൽ പോലും, എന്നിരുന്നിട്ട് പോലും തദപി, അതാണ് തദപി, എന്നിരുന്നിട്ട് പോലും ന മുഞ്ചതി പാപാചരണം, ആ പാപാനുഷ്ഠാനങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റുവാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ ദേഹി മാറുന്നില്ല. അപ്പം എന്താ വേണ്ടത്? അപ്പം വേണ്ടത് വിരക്തിയാണ്. അപ്പം ഈ ആത്മാവിന് വിരക്തി വരണം. ഈ വിരക്തി വരണമെങ്കിൽ എന്താണ്? കഠോപനിഷത്തിൽ പറയുന്നില്ലേ, ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാത് ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാത് ഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തുഭയന്വിതം. നചികേതസ് പറയുന്നതാണ്. യമൻ്റെ അടുത്ത് പറയുന്നു, യമൻ എല്ലാം തരാമെന്ന് പറയുന്നു. നചികേതസിന്റെ കഥ നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. എല്ലാം തരാം, നീ തിരിച്ചു പോകൂ കുഞ്ഞേ, നിനക്ക് ഞാൻ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മരണശേഷം എന്താണ് എന്നുള്ള ആ സത്യം പറയാൻ യമൻ തീരുമാനിക്കുന്നില്ല. അപ്പോൾ യമൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ളതെല്ലാം, സ്വർണം, ധനം, എല്ലാം, ആയുസ്സും ഒക്കെ കൊടുക്കാൻ പറയുമ്പോഴും നചികേതസ് പറയുന്നത് ഇതാണ്, ഭോഗേ രോഗഭയം. ഭോഗം എനിക്ക് തന്നാൽ എന്താണ്? പിന്നുണ്ടാകുന്ന അടുത്ത രോഗമാണ്. ആ രോഗത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മനസ്സിന് വ്യഥ മാത്രമേ പിന്നുള്ളൂ. പിന്നീടോ കുലേ ച്യുതിഭയം, നല്ല കുലത്തിലാണെങ്കിൽ ആ കുലത്തിന് നാശം വന്നാൽ എന്തു പറ്റും എന്നുള്ളതാവും. അപ്പം ഞാൻ ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ച് ചെയ്യണം, കുലത്തിനൊന്നും പറ്റിക്കൂടല്ലോ, അല്ലെങ്കിൽ കുലത്തിന് ച്യുതി വന്നാൽ എനിക്കും ചീത്തപ്പേരാണ് എന്നുള്ളതായി. പിന്നീടോ വിത്തേ നൃപാലാത് ഭയം, ധാരാളം ധനം, വിത്തം എന്ന് പറഞ്ഞ ധനം, അത് തന്നാഴ്ച. നൃപാലാത് ഭയം, രാജാവിൽ നിന്നുള്ള ഭയം, ടാക്സ് അടക്കണം, കപ്പം കൊടുക്കണം. മാനേ ദൈന്യഭയം, അഭിമാനം, അഭിമാനിയായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ആ അഭിമാനം നഷ്ടപ്പെടരുത്, ദൈന്യത ഉണ്ടാവാതിരിക്കണം. വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമായി. പിന്നീടോ ബലേ രിപുഭയം, ബലം തന്നാൽ ശത്രുക്കളെ ഭയക്കണം, രിപുക്കളെ. രൂപേ ജരായാത് ഭയം, നല്ല ശരീരമാണ്, എന്നെ കാണാൻ നിന്ന് വളരെ അഴകാണ്. ചീകിയുമഴകായി പല്ലനാൾ പോറ്റിയ എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ ഭംഗിയായിട്ടൊക്കെ നടക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ യൗവനകാലം അങ്ങോട്ട് കഴിഞ്ഞു, യൗവനത്തിൽ തന്നെ മാറാം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? തൻ്റെ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലേ? ഏതാണ്? ഈ ഒരു ശരീരം കൊണ്ടൊന്നും നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തോ ആ ശ്ലോകം ചർപ്പട പഞ്ചരികയിലാണെന്ന് തോന്നുന്നു, അല്ല ദ്വാദശ പഞ്ചരികയിലാണെന്ന് തോന്നുന്നു. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം മായാമയമിദം അഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദത്ത
അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ബ്രഹ്മപദം നീ തേടുവാൻ വേണ്ടി മാത്രം ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഭഗവാൻ പറയുന്നതാണ് സുഖത ക്രിയതേ രാമാഭോഗ. യൗവന കാലഘട്ടത്തില് സുഖഭോഗങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു കൊണ്ട് നടക്കുകയാണ്. പിന്നീട് എന്ത് പറ്റും? ഇങ്ങനെ നടന്ന് ഓരോ ദിവസവും പകലും രാത്രിയും കടന്നു കഴിഞ്ഞ ജീവിതത്തില് അന്ത്യസമയത്തിൽ എടുക്കുകയാണ്. ആ മരണം മാത്രമേ ഉള്ളൂ. അപ്പൊ പശ്ചാദന്ത ശരീരേ രോഗേ, ശരീരത്തിലെ രോഗങ്ങളെല്ലാം ബാധിച്ചു കഴിഞ്ഞാൽ മരണം മാത്രമേ എനിക്ക് ഈ ലോകത്തിൽ നിന്ന് വഴിയുള്ളൂ ഒഴിയാൻ എന്നറിഞ്ഞാൽ പോലും എന്താണ്? യദ്യപി ലോകേ മരണം ശരണം തദപി നമുഞ്ചതി പാപാചരണം. എന്നിട്ട് പോലും ആ പാപാചരണത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. കാരണം എന്താണ്? ഭഗവാനെ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? വിരക്തി വരണം. അതാണ് ഞാൻ പറഞ്ഞത്, നചികേതസ് പറയുന്നത് കായേ കൃതാന്താത് ഭയം സർവം വസ്തുഭയന്വിതം ഭുവിധൃണം വൈരാഗ്യമേവാഭയം. അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ കാലത്തോ എല്ലാം തന്നെ ഭയമാണ്. സർവം വസ്തുഭയന്വിതം, സർവവസ്തുക്കളും ഭയാന്വിതമാണ്. പക്ഷെ രക്ഷ നേടണമെങ്കിൽ ആകെയുള്ളത് എന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതുകൊണ്ട് നീ ഗോവിന്ദനെ ഭജിക്കുക. ആ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് വൈരാഗ്യം നേടുക. അത് മാത്രമാണ് മുക്തിക്കുള്ള മാർഗം എന്നാണ് ആചാര്യസ്വാമികൾ ഈ കീർത്തനത്തിൽ, ഈ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ, ഒരുപാട് റെഫറൻസുകൾ ഇതിനു മുമ്പ് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇനിയും കടക്കുന്നില്ല. അടുത്ത ശ്ലോകം നോക്കാം. രഥ്യാകർപ്പട വിരചിത കന്ധ പുണ്യ വിവർജിത ബന്ധ നാഹം നത്വം നായം ലോക തദപി കിമർത്ഥം ക്രിയതേ ശോക. നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു ശ്ലോകം പഠിച്ചു. ഏതാണ്? അവധൂത ലക്ഷണം. എങ്ങനെയാണ് അവധൂതൻ? എന്താണ് അവധൂതൻ? അവധൂതന് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നത് എന്ന് നാം പറയുകയുണ്ടായി ഇല്ലേ? അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നില്ലാലും രഥ്യാകർപ്പട വിരചിത കന്ധ. രഥ്യാകർപ്പടം എന്നുവെച്ചാൽ എന്താണ്? വഴിയിൽ കിടക്കുന്ന ഈ കീറ തുണികളെയൊക്കെയാണ് രഥ്യാകർപ്പടം. അത് വിരചിത കന്ധ, അതിൽ കെട്ടിയിരിക്കുന്ന വിരചിതമായിട്ടുള്ള കീറത്തുണികളാൽ കെട്ടിയിരിക്കുന്ന ഭാണ്ഡം ഏറ്റിക്കൊണ്ട്, അതാണ് ഭാണ്ഡം, കന്ധ. അപ്പോ ഭാണ്ഡക്കെട്ടുകൾ എങ്ങനെ? ആ ഭാണ്ഡക്കെട്ട് എങ്ങനെയുള്ളതാണ് എന്നൊന്നും നോക്കുന്നില്ല. രഥ്യാകർപ്പട വിരചിത കന്ധ പുണ്യ വിവർജിത പന്ഥ നാഹം നത്വം നായം ലോക തദപി കിമർത്ഥം ക്രിയതേ ശോക. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഒരു യോഗിക്ക് ദുഃഖമില്ലാതെ ജീവിക്കുന്നത്? ഭഗവാന്റെ ബന്ധാവിലൂടെ നടക്കുന്നവന് കർമ്മങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഞാൻ ചെയ്യുന്നത് പുണ്യമാണോ പാവമാണോ എന്നൊന്നുമില്ല. കർമ്മണമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ തചസന്യ സനാദേവ സിദ്ധിം സമധിഗച്ഛതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത് എങ്ങനെയാണ്? കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന് പറയുന്നുണ്ട് അല്ലേ? ന കർമ്മണമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നചസന്യ സനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മം ചെയ്യണം, പക്ഷെ കർമ്മത്തിൻ്റെ ഫലം എന്ത് എന്ന് നോക്കി ചിന്തിക്കേണ്ട. അത് പുണ്യമാണോ പാപമാണോ എന്നൊന്നും നാം, അതുകൊണ്ടല്ലേ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വന്തമായിട്ട് തനിക്ക് ചെയ്യുവാനുള്ള ധർമ്മത്തെ ഭഗവാനിലോട്ട് അർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ടും അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതുതന്നെയാണ്. അപ്പം അങ്ങനെയാണ് ഒരു അവധൂതൻ്റെ ലക്ഷണവും എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് അങ്ങനെയല്ലല്ലോ. അവധൂതനാവാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നല്ല തലമുടിയൊക്കെ വീണ്ടും ചീകിയു മഴകായ്, പട്ടിൻ്റെ ഉടുപ്പ്, നല്ല വസ്ത്രങ്ങൾ, കിടക്കാനാണ് പട്ടുമത്ര, AC ഇല്ലെങ്കിൽ ഒരല്പം 23 ഡിഗ്രികൾ മേളിലോട്ട് പോയാൽ നമുക്ക് ഉഷ്ണിക്കും പറ്റില്ല. കാറ് ബെൻസ് തന്നെ ഓടിച്ചെങ്കിലേ പറ്റുള്ളൂ, മറ്റോ ഓടിക്കാൻ സുഖവും പോരാ. ഇപ്പം ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മുടെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? രഥ്യാകർപ്പട വിരചിത കന്ധ. എന്താണ്? വഴിയിൽ കിടക്കുന്ന ഒരു കീറത്തുണികളിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഭാണ്ഡം ഏന്തിയിരിക്കുന്നത് പോലെ. പുണ്യ വിവർജിത പന്ഥാവ് വഴിയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. എങ്ങനെ? പുണ്യമോ അപുണ്യമോ. അപ്പോൾ പുണ്യമെന്നോ അപുണ്യമെന്നോ അല്ലെങ്കിൽ പാപമെന്നോ ഇല്ലാത്ത
ഒരു വഴി കൂടെ ഇല്ല, എല്ലാം ഭഗവാന്റെ വഴി, ഭഗവാന് മാത്രമേ ഉള്ളൂ. എല്ലാം സർവസ്വം ഭഗവാനിലോട്ട് അർപ്പിച്ചുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത് ഭഗവാനിലോട്ട് അർപ്പിച്ചുകൊണ്ടാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കാണ് നാം പ്രവർത്തിക്കുന്നത്. കാരണം നാം എല്ലാം ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ള ചിന്തയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ഉപായം മാത്രമാണ്. അങ്ങനെയുള്ള നത്വം നാഹം നത്വം നാ അഹം, ഞാനില്ല, ഞാൻ ആരാണ്? നാ അഹം, ഞാനെന്ന് പറയുന്നയാളില്ല, ഇല്ലേ? ഗോവിന്ദപാദരോട് ശങ്കരാചാര്യ സ്വാമികൾ ആരാണ് എന്ന് ചോദിക്കുമ്പം ശിവോഹം ശിവോഹം എന്ന് മാത്രമാണ് പിന്നെ പറയുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ നത്വം, ഞാൻ ആരാണ് എന്നില്ല. നാ അഹം, ഞാൻ ആരാണ്. നത്വം ത്വം, നീ ആരാണ് എന്നില്ല. അപ്പം ഞാനെന്നോ നീയെന്നോ എന്നൊരു ഭാവവ്യത്യാസമില്ല. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നറിഞ്ഞിരിക്കുന്നു. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, പുണ്യാവതാരം, പൂർണ്ണ പുണ്യാവതാരം എന്നിങ്ങനെയിലാണ് ഈശ്വരനിൽ നിന്നും നാം എല്ലാം അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാം ഈശ്വരാംശങ്ങളാണ് എന്ന് ബോധമുള്ളവൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാനെന്നോ നീയെന്നോ ഇല്ല, നമ്മളെല്ലാം ഒന്നാണ് എന്ന ആ പരമമായ അദ്വൈത ബോധം മാത്രം ഉള്ളയാൾക്ക് അങ്ങനെയുള്ള ഒരു അവധൂത ലക്ഷണമാണ്. വീണ്ടും അങ്ങനെയുള്ള ആള് പിന്നെന്താണ്? നാഹം നത്വ, നാഹം നത്വം, നീയുമില്ല, നായം ലോകേ ന അയം ലോക എന്നാണ്. ഈ പ്രപഞ്ചമോ ഇല്ല, ഇല്ലേ? ജഗത് മിഥ്യ. വീണ്ടും ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളിലോട്ട് പോവുകയാണ്. ഈ കാണുന്നതെല്ലാം മിഥ്യയാണെന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഇതിനു മുമ്പേ നമ്മളോട് പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. പിന്നീട് എന്താണ്? നാഹം നത്വം നായം ലോക തദപി കിമർത്ഥം ക്രിയത്തെ ശോക. ക്രിയത്തെ എന്നാണ്. എന്ത്? ശോക ക്രിയത്തെ. ശോകം എന്തിനു ചെയ്യുന്നു? എന്തിനു ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്പം എന്താണ്? എന്തിനു ദുഃഖിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം നാം എന്തിനാണ് ദുഃഖിക്കുന്നത്? തദപി കിമർത്ഥം, എന്തിനു വേണ്ടി? ഇതറിഞ്ഞിട്ടും. ഏത്? സാക്ഷാൽ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന, കർമ്മമാണ് ചെയ്യേണ്ടത്, കർമ്മത്തിൻ്റെ ഫലമല്ല. കർമ്മത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുവാനുള്ളത് കിട്ടും. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, എല്ലാം ഈശ്വരനോട് അർപ്പിച്ചുകൊണ്ട് ദുരാഗ്രഹങ്ങളൊന്നുമില്ലാതെ നാം പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം നമുക്കുണ്ടാകും എന്ന് ഇതെല്ലാം നമുക്കറിയാം. ഇങ്ങനെ അറിയാമെങ്കിൽ തദപി കിമർത്ഥം ക്രിയതേ ശോക, തദപി, ഇതെന്ന് അറിഞ്ഞിട്ട് പോലും കിമർത്ഥം, നമ്മൾ ഇത് പറയുന്നുണ്ട് അല്ലേ? അശോച്യാൻ അന്വശോചസ്ത്വം അനുശോചന്തി പണ്ഡിത. അപ്പോൾ ജീവാത്മാവിൻ്റെ പരമമായ സത്യം പരമാത്മാവിൻ്റെ അംശമാണ്, അല്ലെ? ആ അഹം ബ്രഹ്മാസ്മി എന്നറിയുന്ന ആള് ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണത്തിലോ ഇതിലൊന്നും തന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ്. അശോച്യാൻ അന്വശോചസ്ത്വം അനുശോചന്തി പണ്ഡിത എന്ന് പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ പറയുന്നതാണ്. അപ്പോൾ പറയുന്നില്ലേ, എന്താണ്? സുഖദുഃഖ സമീകൃത്വാ ലാഭാലാഭോ ജയോ ജയ. അപ്പം സുഖമെന്നോ ദുഃഖമെന്നോ ലാഭമെന്നോ അലാഭം അല്ലെങ്കിൽ നഷ്ടമെന്നോ ജയം അല്ലെങ്കിൽ വിജയം ഇങ്ങനെ ഒരു ചിന്തയും ഇല്ലാത്തവനാണ്. അപ്പം കർമ്മത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ശോക ക്രിയതേ ക്രിയതേ തദപി കിമർത്ഥം ക്രിയതേ ശോക എന്നറിഞ്ഞിട്ടും കിമർത്ഥം, കിം അർത്ഥം, എന്തിനു വേണ്ടി എന്നാണ്. കിമർത്ഥം, എന്തിനു വേണ്ടി? ശോക ക്രിയതേ, ക്രിയതേ ശോക, ശോക ക്രിയതേ, ദുഃഖിക്കുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് സത്യത്തിൽ ഒരു കീറത്തുണികൾ മാറാപ്പുമെല്ലാം കെട്ടിയിട്ട് പുണ്യമാണെന്നോ അല്ലെങ്കിൽ പുണ്യമാണെന്നോ പാപമാണെന്നോ എന്നൊന്നും യാതൊരു ചിന്തയുമില്ലാതെ ഭഗവാനിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് ഒരു യാത്ര അല്ലെങ്കിൽ തൻ്റെ ആ ഉദ്യോഗം തനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാനെന്നോ നീയെന്നോ ഈ ലോകമെന്നോ എല്ലാം ഒന്നുമില്ല, എല്ലാം ഭഗവാൻ, ഈ പ്രപഞ്ചമെല്ലാം തന്നെ ഭഗവാനിലാണ്. ഇതല്ലേ വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നാണ്. അപ്പൊ ഈ വിശ്വം മുഴുവൻ ഇത് തന്നെയാണ് വിഷ്ണു എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് എന്താണ്? അതൊന്നിലും ദുഃഖിക്കാതെ സത്യമായ വഴിക്ക് നടക്കുന്നയാൾക്ക് ഒരു ദുഃഖവും ഉണ്ടാകുന്നില്ല എന്നാണ് ആ ഭഗവാൻ ആചാര്യസ്വാമികൾ ആ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ്? രഥ്യാകർപ്പട വിരചിത കന്ധ പുണ്യ വിവർജിത പന്ഥ നാഹം നത്വം നാഹ്യം ലോക തദപി കിമർത്ഥം ക്രിയതേ ശോക.
അടുത്ത 2 ശ്ലോകങ്ങളോട് നോക്കാം. അതുകൊണ്ട് അതോടു കൂടി നമ്മുടെ ഭജഗോവിന്ദം ഇന്ന് തീരും. കാരണം ഈ ശ്ലോകങ്ങളെല്ലാം നമ്മൾ പലതവണ ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് കൺക്ലൂഷനിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിർഭവതി ന ജന്മശതേന. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിർഭവതി ന ജന്മശതേന. നമ്മൾ ആചാര്യസ്വാമികളുടെ വിവേക ചൂടാമണി പഠിച്ചപ്പോൾ ഇത് പറഞ്ഞു. എന്താ പറയുന്നത്? കുരുതേ ഗംഗാസാഗരഗമനം. കുരുതേ ചെയ്യുക. എന്ത് ചെയ്യുക? തീർത്ഥയാത്ര. എങ്ങോട്ട്? ഗംഗാസാഗരഗമനം. ഗംഗാസാഗരത്തിലേക്ക്, ഗംഗാതീർത്ഥത്തിൽ കുളിക്കുവാനായിട്ട് കുരുതേ യാത്ര ചെയ്യുന്നു അല്ലേ? പിന്നീടോ വ്രതപരിപാലനമഥവാ ദാനം. അഥവാ, അപ്പോൾ ഒന്നുകിൽ ഗംഗയിൽ പോയിട്ട് തീർത്ഥസ്നാനം ചെയ്യുന്നതിനായിട്ട് നാം പ്രവർത്തിക്കുന്നു, അങ്ങോട്ട് യാത്ര ചെയ്യുന്നു. അതല്ലെങ്കിലോ അഥവാ വ്രതപരിപാലനമഥവാ ദാനം. ദാനം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക. വ്രതപരിപാലനങ്ങൾ, വ്രതാനുഷ്ഠാനം, വ്രതങ്ങൾ അനുഷ്ഠിക്കുക അല്ലേ? ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ഏകാദശി വ്രതം, ദ്വാദശി വ്രതം, പിന്നെ എല്ലാ വ്രതവും ഉണ്ട് അല്ലേ? ഇപ്പം അമാവാസി വ്രതം ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. പിന്നീടോ ദാനം കുരുതേ. ദാനം, അപ്പം വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ദാനങ്ങൾ ചെയ്യുക, ദാനം ചെയ്യുന്നു. ജ്ഞാനവിഹീന സർവമതേന. അപ്പം സർവമതേന, ഏതൊരു മതചിന്തയിലായാലും എന്നാണ്. അപ്പോൾ വേദാന്തമായിരിക്കുന്ന സനാതന ചിന്തയിലോ അതല്ല മറ്റ് മനുഷ്യ സംഘടിതമായിരിക്കുന്ന സെനറ്റിക് റിലീജിയസ് തോട്ട് പ്രോസസ്സിലോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലുമുള്ള ചിന്തകളിലായിക്കോട്ടെ, ജ്ഞാനവിഹീന. ജ്ഞാനമില്ലെങ്കിൽ എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്? ബ്രഹ്മജ്ഞാനേഷു ബ്രാഹ്മണ എന്ന് നാം പറഞ്ഞു അല്ലേ? പരമമായ ബ്രഹ്മത്തിനെ, ആ ഗോവിന്ദനെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? ഹരിഭക്തി ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം എന്നാണ്? ആ സാക്ഷാൽ ഗോവിന്ദനെ അറിയുന്നില്ല. അങ്ങനെയുള്ളയാൾ എന്താണ്? മുക്തിർഭവതി ന ജന്മശതേന. ജന്മശതേന, 100 ജന്മങ്ങൾ കൊണ്ട് പോലും മുക്തി ന ഭവതി എന്നാണ്, മോക്ഷം പ്രാപിക്കുന്നില്ല. അപ്പോൾ എല്ലാം തീർത്ഥയാത്രകൾ ചെയ്യാം, ദാനധർമാദികൾ ചെയ്തുകൊണ്ടിരിക്കാം, വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യിക്കാം. അതുപോലെ തന്നെ സ്വധർമ്മം, നമ്മൾ പറഞ്ഞു സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് പറഞ്ഞു. സ്വധർമ്മങ്ങൾ ചെയ്യാം, ധർമ്മപരിപാലനങ്ങളാവാം. പക്ഷെ ഇവയെല്ലാം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പിതമായിട്ടല്ല എങ്കിൽ, ഈശ്വരനെ അദ്വൈതം എന്ന് പറയുന്ന പരമമായ സിദ്ധാന്തത്തെ, തത്വമസി അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്നുള്ള പരമമായ തത്വം മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്താണ്? മുക്തിർഭവതി ന ജന്മശതേന. ജന്മശതേന, ശതം 100 ജന്മം കൊണ്ട്, 100 ജന്മങ്ങൾ കൊണ്ട് പോലും മുക്തിന ഭവതി എന്നാണ് പറയുന്നത്. നമ്മൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത തസ്മാദ് വൈദിക ധർമ്മമാർഗപരതാത് വിദ്വത്വമസ്മാത് പരം. ആ പിന്നീടുള്ള 2 വരികൾ ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർനോ ശതകോടി ജന്മ സുഹൃതൈ പുണ്യൈർവിനാ ലഭ്യതേതാണ്. അപ്പം ആത്മാനാത്മവിവേചനം ഉണ്ടാകുന്നില്ല എങ്കിൽ, ഭഗവാനെ അടുത്തറിയുന്നില്ലെങ്കിൽ, സ്വന്തം അനുഭവം കൊണ്ട് വേണം, സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടാണ് അല്ലേ? ഇപ്പം സെയിൽസിൽ പോലും അങ്ങനെയല്ല, ഒരു സാധനം വിൽക്കണമെങ്കിൽ ആദ്യം അനുഭവിച്ചറിയണം എന്ന് പറയുന്നത് പോലെ യു നീഡ് ടു എക്സ്പീരിയൻസ്. അപ്പം ഭഗവാനെ നാം അറിഞ്ഞാൽ മാത്രമേ അത് പ്രപഞ്ച സത്യം വിളിച്ചു പറയാനും ഒക്കെ ഉള്ളൂ. എങ്കിൽ മാത്രമേ. അപ്പം വിവേചനം സ്വാനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർനോ ശതകോടി ജന്മസുഹൃതൈ പുണ്യേർവിനാ ലഭ്യതേ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ മറ്റൊരു ശ്ലോകത്തിലും പറയുന്നുണ്ട്, പഠന്തു ശസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവത ആത്മൈക്യബോധേന വിനാ വിമുക്തിർ ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരേപി.
ബ്രഹ്മശതാന്തരേവി, ജന്മം 100 വർഷം, ആയിരക്കണക്കിന് ജീവൻ ലഭിച്ചാൽ പോലും ഈ ആത്മാനാത്മ വിവേചനമില്ലെങ്കിൽ, പരമമായ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന ആ പരമമായ സത്യം അറിയുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് ഇത് സനൽകുമാരൻ ഛാന്തോക്യോപനിഷത്തിൽ പറഞ്ഞു തന്നിട്ടുമുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അവസാനത്തെ ശ്ലോകം കൂടെ നമുക്കിന്ന് ചിന്തിക്കാം. ചിന്തിച്ചുകൊണ്ട് ഇന്ന് ഈ പഠനത്തിന് നമുക്ക് വിരാമം ഇടണമല്ലോ, അല്ലെങ്കിൽ എങ്ങും എത്തുന്നില്ല നമ്മൾ. അപ്പോൾ പറഞ്ഞു, ഇതെല്ലാം വേദാന്ത ചിന്തയെ വളരെ ലളിതമായിട്ട് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, മൂഢന്മാരായ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ എന്താണ് വേണ്ടത്? ഹരിയെക്കുറിച്ചുള്ള നമ്മൾ പ്രഹ്ലാദൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഭാഗവതത്തിൽ പ്രഹ്ലാദൻ്റെ കാര്യം പറഞ്ഞിരുന്നു. എപ്പോഴാണ്? കുട്ടിയായിരിക്കുമ്പോൾ, ബാലനായിരിക്കുമ്പോൾ തന്നെ ഭഗവത് ഭക്തി മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം എന്ന് ദൈത്യന്മാരുടെ കുട്ടികളോട് ഭഗവാൻ പറയുന്നുണ്ട്. പ്രഹ്ലാദൻ പറയുന്ന ഭാഗം നാം ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെയും നമുക്ക് ഇത് തന്നെയാണ് ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹരിയുടെ ഭക്തി മനസ്സിലെപ്പോഴും നാരായണ എന്നു സദാ ജപിക്കൽ പാപം കെടും പശുകെടും വ്യസനങ്ങൾ തീരും എന്നുള്ളത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. വളരെ സ്നേഹത്തോടെയാണ്, അല്ലയോ മൂഢന്മാരായ നമ്മൾ ഭഗവാനെ ഗോവിന്ദനെ ഭജിക്കുക. അത് മാത്രമേ ഈ ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്നാണ്. അവസാനത്തെ ശ്ലോകം കൂടെ ചൊല്ലി നമുക്ക് അദ്ദേഹത്തിന് ആ ജീവിത ലക്ഷ്യം ഇവിടെ എത്തിക്കാം. യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്തേവാ. എന്താണ്? യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്തേവാ. എന്താണ്? യോഗരതോവ, ഒരുവൻ യോഗിയായിക്കോട്ടെ എന്നാണ്. യോഗരതോവ, യോഗത്തിൽ രതിയുള്ളവൻ. യോഗരതോവ, എന്തിലാണ് രതി? യോഗത്തിലാണ്. അഷ്ടാംഗ ഹൃദയവിധി പ്രകാരമുള്ള യോഗാസന വിധികളാണ് അദ്ദേഹത്തിന് താല്പര്യം. ആയിക്കോട്ടെ, യോഗരതോവ. പിന്നീടോ വേറൊരാൾക്ക് ഭോഗരതോവ, മറ്റൊരാൾക്ക് ഭോഗത്തിലാണ് താല്പര്യങ്ങൾ. പിന്നീടോ സംഗരതോവ സംഘവിഹീന, ചിലർക്കാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സത്സംഗങ്ങളിലാണ് താല്പര്യം, സത്സംഗം കൂട്ടുകൂടുക, ഇവയിലാണ് താല്പര്യം രതിയുള്ളത്. മറ്റതോ സംഘവിഹീന, യാതൊരു സംഘവുമില്ലാതെ ഒരാളോടും കൂടാതെ ഏകാന്തനായിട്ട് ഇരുന്ന് ചിന്തിക്കുന്നതിലായിരിക്കാം. ഋഷിമാരുടെ അങ്ങനെയാണല്ലോ, അങ്ങനെയുള്ളവരായിരിക്കാം. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം. പക്ഷെ എന്തെല്ലാമായാലും, എങ്ങനെ? യോഗത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഭോഗത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ സത്സംഗങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ സംഘഭീനായിട്ടായിക്കോട്ടെ, യസ്യ ബ്രഹ്മണി രമതേ ചിത്തം. യസ്യ ചിത്തം, യാതൊരുവന്റെ മനസ്സാണോ എവിടെ രമിക്കുന്നത്? യസ്യ ചിത്തം രമതേ ബ്രഹ്മണി, ആരുടേതാണോ ആ ബ്രഹ്മത്തിൽ, സാക്ഷാൽ ഗോവിന്ദനിൽ, എൻ്റെ പാതാരവിന്ദങ്ങളിൽ ഒരു മനുഷ്യന്റെ മനസ്സ് ചിത്തം ലയിക്കുന്നത് ആരുടേതാണോ അവൻ്റെ എന്താണ്? സ നന്ദതി നന്ദതി നിത്യ നന്ദത്യേവ. നന്ദതി നന്ദതി, എന്താ? ആനന്ദമാണ്. നന്ദതി നന്ദതി, ആനന്ദത്തെ എപ്പോഴാണ്? നന്ദത്യേവ ഏവ, എല്ലായ്പ്പോഴും. നന്ദതി നന്ദതി, ഭഗവാനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ നചികേതസ് പറഞ്ഞില്ലേ? ഭോഗേ രോഗഭയം കുലേ ചുതിഭയം വിത്തേ നൃപാലാത് ഭയം മാനേ ദൈന്യഭയം ബലേ രൂപഭയം രൂപേ ജരായാത് ഭയം. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എന്താണ്? വൈരാഗ്യമേവാഭയം. ആ ഭഗവാനിലേക്ക് എത്തണം, അതിനുള്ള വൈരാഗ്യമാണ് വേണ്ടത് എന്നാണ്. അപ്പം എന്താണ് വേണ്ടത് അതിന് വരണമെങ്കിൽ? നന്ദതി നന്ദതി നന്ദത്യേവ. അപ്പോ ബ്രഹ്മത്തില് മനസ്സിനെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നയാൾ എന്ത് കർമ്മവുമായിക്കോട്ടെ, അദ്ദേഹം എന്തുമായിക്കോട്ടെ, യോഗിയായിക്കോട്ടെ, ഭോഗിയായിക്കോട്ടെ, അദ്ദേഹം കൂട്ടുകൂടി നടക്കുന്നവനായിക്കോട്ടെ, സത്സംഗിയായിക്കോട്ടെ, നിസ്സംഗിയായിക്കോട്ടെ, യാതൊരു ബന്ധവും ഇല്ലാത്തവനായിക്കോട്ടെ, യസ്യ ബ്രഹ്മണി രമതേ ചിത്തം. എന്ത് ചെയ്യുമ്പോഴും, നമ്മൾ പണ്ട് നാരദന്റെ കഥ പറയുകയുണ്ടായി.
ഒരു ഗൃഹസ്ഥൻ കുടം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കഥ. നാരദന്റെ ആ ഭക്തി എന്തുകൊണ്ടാണ് നാരദനേക്കാളും ഭഗവാൻ നാരായണന് ഗൃഹസ്ഥന്മാരെയാണ് താല്പര്യം എന്ന് പറഞ്ഞത്? കാരണം എന്താണ്? ഈ ഗൃഹസ്ഥ വൃത്തിയിൽ പോലും ഭഗവാനിലോട്ട് തൻ്റെ മനസ്സിനെ ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളത് കൊണ്ട് അപ്പം അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും തന്നെ നമ്മൾ ഭഗവാൻ ഗോവിന്ദനെ കൊണ്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കി വെക്കണം. അതാണ് സ്വഭാവം. അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത്? നമ്മുടെ ഒരു നൈസർഗികത ജനിക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ് നൈസർഗിക. പക്ഷെ അത് കർമ്മം കൊണ്ട് ഉണ്ടാക്കാം. അതിനെ പരിശീലിപ്പിച്ച് നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ രാവിലെ എണീറ്റു, കുളിച്ചു, ഗായത്രി ജപിച്ചു, ചെടിക്ക് വെള്ളം ഒഴിച്ചു, സൂര്യ നമസ്കാരം ചെയ്തു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ഭാഗം രാവിലെ എണീറ്റു എനിക്കൊരു ഒരു 5 വരി ഭാഗവതം വായിക്കണം, ഇല്ലേ? എൻ്റെ സ്വഭാവമാക്കി വെക്കുകയാണ്, പ്രവൃത്തിയായി. അപ്പോൾ ഇതാ എന്നും എനിക്ക് സ്വഭാവമാണ്. അത് ചെയ്തില്ലെങ്കിൽ വലിയ ദുഃഖമാണ് എന്ന് പറയുന്നതല്ല. അപ്പം ആൾക്കാരൊക്കെ വരുമ്പോഴൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലർ വന്നാൽ കുശുമ്പ് വർത്തമാനമൊക്കെ പറയാൻ ഒഴിവാക്കാൻ നിവൃത്തിയൊന്നുമില്ല. ചേട്ടാ എന്തുകൊണ്ട് വിശേഷം? നമുക്കൊരു 2 വരി ഭാഗവതം ചിന്തിച്ചാലോ എന്ന് പറഞ്ഞാൽ അവർ പൊക്കോളും, ഇല്ലേ? അപ്പോൾ അവർ പെട്ടെന്ന് പൊക്കോളും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഭാഗവതം ചിന്തിക്കാം, നാരായണീയം ചിന്തിക്കാം. അപ്പോൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു മാർഗം അത് സ്വപ്രകൃതിയാക്കി നമ്മൾ മാറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് മോക്ഷം നൽകുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായ മോക്ഷമാണ് എന്നും ആ മോക്ഷം എങ്ങനെ നേടാം എന്നുമാണ് ഈ ഭജഗോവിന്ദം എന്ന പ്രകരണ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കുന്നത് വീണ്ടും ഞാൻ പ്രഹ്ലാദനിലേക്ക് തന്നെ എത്തുകയാണ്. ഭാഗവതത്തില് സപ്തമസ്കന്ധത്തില് പ്രഹ്ലാദൻ ദൈത്യന്മാരുടെ പുത്രന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ഉപദേശത്തിൻ്റെ അവസാനത്തെ ചില വരികൾ നമുക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് ഭജഗോവിന്ദം എന്ന പ്രശസ്തമായ ഈ പ്രകരണ ഗ്രന്ഥത്തിന് പ്രഹ്ലാദന്റെ വരികളും കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ശങ്കരാചാര്യസ്വാമികളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വാചകങ്ങളെ അടിയിട്ട് വരയിട്ട് ഒന്ന് ഉറപ്പിക്കാം. എന്താണത്? ഇത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കർമാണ്യരഭതേ ദേഹി ദേഹാനാത്മാനുവർത്തിനാം കർമ്മഭിസ്തനുതേ ദേഹം ഉഭയം തു വിവേകതാം തസ്മാദർത്ഥാശ്ച കാമശ്ച ധർമാശ്ച യതപാശ്രയാം ഭജതാനീഹയാത്മാനം ഈഹം ഹരിമീശ്വരം സർവേഷാമപി ഭൂതാനാം ഹരിരാത്മേശ്വരപ്രിയ ഭൂതൈർമഹദ്ഭിസ്വകൃതൈ കൃതാനാം ജീവസംജിതാം. എന്താണ്? അല്ലയോ അസുരപാലന്മാരെ, നമ്മൾ ഈ ദേഹി എന്ന് പറയുന്ന ഈ ജീവാത്മാവ് അത് ആത്മാനുവർത്തിയായിട്ടിരിക്കുന്ന ദേഹത്തിൽ എന്താണ് ഈ ആത്മാനുവർത്തി? നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ പ്രവർത്തിക്കുന്നു. അപ്പോൾ ശരീരം ഒരു ഉപായമാണ്, ഇതൊരു ക്ഷേത്രമാണ് എന്ന് പറയുന്നല്ലോ. കൗന്ദേയനോട് ഭഗവാൻ പറയുന്നില്ല ശരീരം ഇതാണ് ക്ഷേത്രം. അപ്പോൾ ഈ ദേഹി ഇരിക്കുമ്പോൾ ദേഹി ആ മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യാനുള്ളൊരു ഉപായമാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരങ്ങൾ കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ഈ കർമ്മങ്ങൾ കൊണ്ട് വീണ്ടും ദേഹമുണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഈ ദേഹവും കർമ്മവും രണ്ടും എവിടുന്നാണ്? ഇത് അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അർത്ഥങ്ങളും കാമങ്ങളും ധർമ്മങ്ങളും ഏതൊരു ഭഗവാനെയാണോ ആശ്രയിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെ നിഷ്കാമമായി ഭജിക്കുക എന്നാണ്. എന്താണ്? തസ്മാദർത്ഥാശ്ച കാമശ്ച ധർമാശ്ച യതപാശ്രയാം ഭജതാനീഹയാത്മാനം ഈഹം ഹരിമീശ്വരം സർവേഷാമപി ഭൂതാനാം ഹരിരാത്മേശ്വര പ്രിയ ഭൂതൈർമഹദ്ഭിः സ്വകൃതൈ കൃതാനാം ജീവസംജിതാം ദേവാസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവ ഏവ ച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാദ്യഥാവയം. അപ്പൊ ഭഗവാന് തന്നാൽ നിർമ്മിക്കപ്പെട്ട ആരാണ്? ഭഗവാനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരം, അല്ലേ? മഹാഭൂതങ്ങൾ നമ്മൾ പറയുന്ന പഞ്ചമഹാഭൂതങ്ങൾ, അല്ലേ? ആകാശോദ്വായു അയോരഗ്നിർ അഗ്നിരാപ്പ ആപ്പാ പൃഥിവീം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരമാണ്. ഇതിലാണ് ദേഹിയും ഇരിക്കുന്നത്. ഇത് നിർമ്മിക്കപ്പെട്ടത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മുഴുവൻ സാക്ഷിയായിട്ട്, ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത സാക്ഷിയായിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്, അല്ലേ?
അപ്പോൾ ഭഗവാൻ തന്നാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അത് എല്ലാം നാം മാത്രമല്ല സർവ്വപ്രാണികളും ഈ ജഗത്തിൽ കാണുന്ന മിഥ്യയാണ്. അതുകൊണ്ടാണ് ജഗത്ത് മിഥ്യ എന്ന് പറയുന്നതും. ഈ ജഗത്തിൽ കാണുന്ന സകല പ്രാണികളും പിന്നെ എന്താണ് ഈ പറയുന്ന അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനെ കൊണ്ട് സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ ഭഗവാന് ഇതിലെല്ലാത്തിലും താല്പര്യമേ ഉള്ളൂ. പക്ഷേ ആരുടെ കർമ്മങ്ങളിലും യാതൊരു നിയന്ത്രണവുമില്ല എന്നാണ്. പക്ഷേ എന്നാലും സർവ്വത്തിൻ്റെയും നിയന്താവുമാണ് എന്നുകൂടെ പറഞ്ഞു വച്ചിരിക്കുന്നു. പിന്നീടോ നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വസുരാത്മജ. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന പ്രധാനിച്ച. നമ്മളിപ്പോ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ? ഇപ്പൊ ആ വാക്കില് ഗംഗാസാഗരം അല്ലേ യാത്രയെ കുറിച്ച് പറഞ്ഞു, മറിഞ്ഞുപോയി. കുരുതേ ഗംഗാസാഗര സംഗമനം വ്രതപരിപാലനമഥവാദാനം. ഇവിടെ എന്താ പറയുന്നത്? ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ മലയാ ഭക്ത്യ ഹരിരൈന്യദ്വിഡംബനം തതോ ഹരൗ ഭഗവതി ഭക്തിം കുരുത ദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ ദൈതേയായക്ഷരക്ഷാംസി സ്ത്രിയഃ ശൂദ്രാ വ്രജൗകസ ഖഗാ മൃഗാ പാപജീവാ സന്ദേഹ്യച്യുതതാം ഗതാം ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥപരസ്മൃത ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം എന്നാണ്. നോക്കൂ, ഏതാവാനേവ ലോകേസ്മിൻ പുംസ സ്വാർത്ഥപരസ്മൃത ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. അപ്പോൾ ദേവനായിക്കോട്ടെ അസുരനായിക്കോട്ടെ ഇല്ലേ, നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞതാം. ഇവിടെ പറഞ്ഞു അല്ലയോ അസുരപുത്രന്മാരെ, ഇവിടെ ദേവനോ അസുരനോ മനുഷ്യനോ യക്ഷനോ ഗന്ധർവനോ ആരും ആയിക്കോട്ടെ ഭഗവാന്റെ പാദം ആശ്രയിച്ചു കഴിഞ്ഞാൽ മംഗളമുണ്ടാകും എന്നാണ്. അപ്പം ബ്രാഹ്മണ്യെന്നോ ദേവത്വമെന്നോ ഋഷിത്വമെന്നോ ഒന്നും തന്നെ ഈ നിത്യാനന്ദപ്രദനായിരിക്കുന്ന ഭഗവാന്റെ പ്രീതിക്ക് ഒരു പര്യാപ്തമല്ല എന്നുള്ളതാണ്. പര്യാപ്തമായിട്ടുള്ള ഏതാണ്? ഭഗവാന്റെ ആ ചേവടികളെ നമ്മൾ പരിപാലിക്കുക. ആപത് കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ എന്ന് കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞിരിക്കുന്നത് പോലെ സാക്ഷാൽ നാരായണന്റെ. അപ്പൊ നമ്മൾ എങ്ങനെ ഭജിച്ചാലും സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിരുന്നാൽ എന്താണ്? വർണ്ണങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല, കർമ്മങ്ങൾക്കും അർത്ഥമില്ല. അതുകൊണ്ടല്ലേ നേരത്തെ പറഞ്ഞില്ലേ, രഥ്യാകർപ്പട വിരചിത കന്ധ, എങ്ങനെ വേണമെങ്കിൽ നടന്നുകൊള്ളട്ടെ, ഒന്നും ഒരു വിഷമവുമില്ല. പിന്നീടോ ദാനമെന്നോ തപസ്സെന്നോ ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ മലയാ ഭക്ത്യ ഹരിരൈന്യദ്വിഡംബനം. അപ്പൊ ദാനമെന്നോ തപസ്സെന്നോ യജ്ഞമെന്നോ ശൗചമെന്നോ അല്ലെങ്കിൽ വ്രതങ്ങളെന്നോ നമ്മൾ പറഞ്ഞു. ഇപ്പം വെള്ളിയാഴ്ച ആണ് നാളെ വ്രതം എടുക്കണം, തിങ്കളാഴ്ച വ്രതം എടുക്കണം, ഇങ്ങനെയുള്ള വ്രതങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഭഗവാന്റെ പ്രീതിക്ക് ഇതൊന്നും പര്യാപ്തമല്ല. ഭഗവാൻ എന്താണ് പര്യാപ്തമാകുന്നത്? നിഷ്കളങ്കമായ ഭക്തി. ഇതുകൊണ്ട് തന്നെയല്ലേ വേദവ്യാസൻ ആകെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ നാരദര് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അങ്ങ് മഹാപണ്ഡിതനാണ്, അങ്ങ് പലതും എഴുതിയിട്ട് എന്താണ് പക്ഷെ അങ്ങ് ചെയ്തില്ല, ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിട്ടില്ല. അങ്ങനെയാണല്ലോ വളരെ മഹത്തരമായിരിക്കുന്ന ഭാഗവതം എന്ന് പറയുന്ന സാക്ഷാൽ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നല്ലേ ഭഗവാൻ സാക്ഷാൽ കൃഷ്ണനെ നമുക്കായിട്ട് വേദവ്യാസൻ രചിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭക്തി മാത്രമേ യാതൊന്നുള്ളൂ രക്ഷയുള്ളൂ. ഈ നമ്മുടെ ഈ എന്താണ് സംസാര ലോകത്ത് ജീവിക്കുമ്പോൾ അതാണ്
പറഞ്ഞിരിക്കുന്നത് സംപ്രാപ്തേ കാലേ സന്നിഹിതേ, എപ്പോൾ മരണകാലമാകുമ്പോൾ ആകെ രക്ഷ ഒന്നേ ഉള്ളൂ, ഭഗവാനെ ഭജിച്ചോളൂ. കാരണം എന്താണ്? ഈ മനുഷ്യജന്മം ജന്തൂനാം നരജന്മ ദുർലഭമത എന്ന് പറഞ്ഞു. വളരെ ദുർഘടമാണ്. ദുർലഭം ത്രയമേവ ഇത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. മഹാപുരുഷൻ സാക്ഷാൽ കൃഷ്ണനെ തന്നെ ആശ്രയിച്ചോളുക. നമ്മൾ ശങ്കരാചാര്യ സ്വാമികളെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പൂർണ്ണനാകുന്നുള്ളൂ. സാക്ഷാൽ ഭഗവാൻ തന്നെ നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞു തന്ന വരികളെ നാം ഉദ്ധരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഗുരുവിനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം ആശ്രയിച്ചാൽ മാത്രമേ എന്താണ് ഈ വീണ്ടും മനുഷ്യജന്മം ഒന്ന് കിട്ടി, എത്ര യോനിയിൽ വീണ്ടും ജനിക്കുമെന്നോ എത്ര യോനിയിൽ നിന്ന് വീണ്ടും മരിക്കുമെന്നോ നമ്മൾ പൂന്താനത്തിൻ്റെ കഥ പറഞ്ഞു ഇല്ലേ? ഈച്ച ചത്തു പൂച്ചയാകുന്നു. നമ്മൾ എന്താവും അറിഞ്ഞുവേണം, കർമ്മം മാത്രമേ ഉള്ളൂ. അല്ല, ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ കർമ്മം ഭഗവാനിലോട്ട് അർപ്പിച്ചിട്ടാണെങ്കിൽ സായുജ്യമാകാം, സാലോക്യമാവാം, സാരൂപ്യമാകാം അല്ലേ? എന്ത് വേണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ദാനമെന്നോ തപസ്സെന്നോ യജ്ഞമെന്നോ ന ദാനം ന തപോനേജ്യ ന ശൗചം ന പ്രധാനിച്ച പ്രിയതേ മലയാ ഭക്ത്യ ഹരിരൈന്യദുഡംബനം. പിന്നീടോ തതോ ഹരോ ഭഗവതി ഭക്തിം കുരുത ദാനവാ ആത്മോ വമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. അതുകൊണ്ട് അല്ലയോ അസുരന്മാരെ, നിങ്ങൾ ഭഗവാനായ സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന ഹരിയിൽ ഭക്തി കൈക്കൊള്ളുക. മറ്റൊന്നും നിവൃത്തിയില്ല. സർവഭൂതാത്മകനായിരിക്കുന്ന സർവാത്മാവുമായിരിക്കുന്ന സർവൈശ്വരനുമാണ് ആര്? സാക്ഷാൽ ഭഗവാൻ. അതുകൊണ്ട് ആ ഹരിയിലോട്ട് തതോ ഹരോ ഭഗവതീം ഭക്തിം കുരുതദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ ദൈതേയായക്ഷരക്ഷാംസി സ്ത്രീയ ശൂദ്രവ്രജൗകസാം ഖഗാ മൃഗാ പാപജീവാ അസുരന്മാര് അല്ലേ? ഖഗാ മൃഗാ പാപജീവാ സന്ധിഹ്യച്യുതാം ഗതാം. അപ്പൊ അസുരന്മാര്, യക്ഷന്മാര്, രക്ഷസ്സുകള്, സ്ത്രീകള്, ശൂദ്രന്മാര്, ഗോപന്മാര്, പക്ഷികള്, മൃഗങ്ങള്, മഹാപാപികള് എല്ലാം തന്നെ എന്താണ്? ഭക്തി കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ ആത്മദേവന്റെ കഥ നമ്മൾ പഠിച്ചതാണ്, ഗോകർണന്റെ അല്ലേ? അത് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ദുന്ധുകാരിയും ദുന്ധുലിയുടെയൊക്കെ കഥ, മോക്ഷം കിട്ടിയില്ലേ? അതൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. സപ്താഹത്തിലൂടെ കിട്ടിയല്ലോ. പിന്നീട് ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥപരസ്മൃതാം ഏകാന്തഭക്തിർഗോവിന്ദേ യത്സർവത്ര തദീക്ഷണം. അപ്പോൾ അവസാനം ഈ വാചകം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭജഗോവിന്ദ പഠനം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. എങ്ങനെ? പ്രഹ്ലാദന്റെ ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വരികളെ മുറുകെ പിടിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതിനെ അച്ചിട്ട് നാമും കൂടി ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെ ശ്രീ ഭഗവാനായിരിക്കുന്ന ഗോവിന്ദനിൽ ഏകാന്തമായിരിക്കുന്ന ഭക്തിയും സർവത്ര ഭഗവാനെ ദർശിച്ചിട്ട് വന്ദിക്കുകയുമാണ് മനുഷ്യന്റെ മഹത്തായ ജീവിത ലക്ഷ്യം എന്നാണ്. അതാണ് ഏതാവാനേവ ലോകേസ്മിൻ പുംസ സ്വാർത്ഥപരസ്മൃത ഏകാന്തഭക്തിർഗോവിന്ദേ യത്സർവത്ര തദീക്ഷണം. അപ്പോ പല ജന്മങ്ങൾ, പല യോനികൾ, നമ്മൾ 84 ലക്ഷം യോനികൾ എന്നൊക്കെ പഠിക്കുകയുണ്ടായി. പല യോനികളിൽ ജനിച്ചിട്ട് ഈ വളരെ ദുർലഭമായിട്ട് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം എന്തിനു വേണ്ടിയുള്ളതാണ്? സാക്ഷാൽ ഗോവിന്ദനിലോട്ട് അർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ട് നമുക്ക് മറ്റൊരു ജന്മം ഇനി ഉണ്ടാവുന്നില്ല. ഈ പറയുന്ന നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞു, അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കിടന്നു, അതിൻ്റെ ദുഃഖങ്ങളും ഇങ്ങനെയൊന്നുമില്ല. പുനരപ്പി ജനനം പുനരപ്പി മരണം, അങ്ങനെ നിന്നും ഈ സംസാര ലോകത്തിൽ നിന്നും നാം രക്ഷപ്പെട്ട് സാക്ഷാൽ മുകുന്ദപദം തന്നെ പ്രാപിക്കും എന്നുള്ളതിൽ സംശയമില്ല എന്നാണ്. ഇതാണ് ഭജഗോവിന്ദത്തിലൂടെ നമുക്ക് വളരെ ശ്രേഷ്ഠമായ പ്രകരണ ഗ്രന്ഥത്തിലൂടെ ജീവിത ലക്ഷ്യം നമുക്ക് എങ്ങനെ സാധിക്കാം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്ന. ഭാഗവതത്തിൽ പല കഥകളുണ്ട്, പക്ഷേ എന്നിരുന്നാലും പ്രഹ്ലാദന്റെ ഇത് പ്രത്യേകത. ഈ പ്രഹ്ലാദൻ പറഞ്ഞു തന്നിരിക്കുന്ന കഥകൾ കൗമാരേ ആചരേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ നമ്മൾ ആചരിക്കണം എന്നും പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹം. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇതോടുകൂടി ഭജഗോവിന്ദം എന്ന ആചാര്യസ്വാമികളുടെ വളരെ പ്രശസ്തമായിരിക്കുന്ന മോഹമുദ്ഗുരം എന്നാണ്. മോഹത്തെ ഉലക്ക കൊണ്ട്
തച്ചുടയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മുടെയും മോഹങ്ങളുമെല്ലാം മാറി സാക്ഷാൽ ഭഗവാൻ ഗോവിന്ദനിലേക്ക് നമ്മളുടെയും മനസ്സ് ലയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷാൽ ത്രിപുര സുന്ദരിയുടെ പാതാരവിന്ദങ്ങളിൽ ആചാര്യസ്വാമികളെ നമിച്ചുകൊണ്ട് നമ്മളുടെ ഭജഗോവിന്ദം എന്ന ഈ പഠനം, ഈ അഹം ബ്രഹ്മാസ്മിയിലെ ഭജഗോവിന്ദം എന്ന പ്രകരണ ഗ്രന്ഥത്തിൻ്റെ പഠനം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. അപ്പോൾ ആരെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ ചൊല്ലാനുണ്ടെങ്കിൽ ചൊല്ലാം. 4 വരികൾ വളരെ പെട്ടെന്ന് നിന്ന് തീർത്തു. കാരണം ഇതെല്ലാം ഒരുപാട് അർത്ഥങ്ങൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നതാണ്. ഈ 4 ശ്ലോകങ്ങൾ ചൊല്ലാം. അല്ല ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അർത്ഥം പറയാൻ പറ്റുമോ, അത് സംശയ നിവാരണം പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ ചിന്തകൾ എനിക്ക് പറഞ്ഞു തരുവാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സത്സംഗമാണല്ലോ, സത്സംഗാൽ ജായതേ ജ്ഞാനം സത്സംഗാൽ ലഭ്യതേ സുഖം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊന്നുമില്ലെങ്കിൽ ചൊല്ലാനുള്ളവർക്ക് ചൊല്ലാം. അതുമില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കാം. ഇനി അടുത്ത അഹം ബ്രഹ്മാസ്മയിൽ എന്ത് വേണം എന്ന് കണ്ടുപിടിക്കട്ടെ. അത് അമ്മയും ജ്യോതിഷം നിങ്ങളെല്ലാവരും ചിന്തിക്കുക, നമുക്ക് എല്ലാവർക്കും ആലോചിക്കാം. ജയശങ്കര. ആചാര്യ പറഞ്ഞോട്ടെ, ഒരു സംശയം ചോദിച്ചോട്ടെ. പറഞ്ഞോട്ടെ. മറ്റേ ആ ഭോഗിയ രോഗഭയം കുലേച്യുതിഭയം എന്ന ആ ശ്ലോകമില്ലേ, അത് ഒന്ന് അങ്ങ് ചെക്ക് ചെയ്തട്ടെ. ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകത്തിലുള്ളതാണ്. ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകത്തിലോ? ആ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഭർതൃഹരി അത് കഠോപനിഷത്തിലില്ല. കഠോപനിഷത്തിൽ വരികൾ ഇങ്ങനെയല്ല. കഠോപനിഷത്തിലെ വരികൾ ഇങ്ങനെയല്ല, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. പക്ഷെ ഭർതൃഹരി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാം, അത് ഞാൻ നോക്കാം. പക്ഷേ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, കഠോപനിഷത്തിൽ വാക്കുകൾ ഇങ്ങനെയല്ല, വാചകങ്ങൾ ഇങ്ങനെയല്ല. അതിന്റെ വാചകങ്ങൾ കഠോപനിഷത്തിൽ വാചകങ്ങൾ വേറെയാണ്. അത് ഞാൻ കണ്ടുപിടിച്ച് പറയാം. ഭർതൃഹരി എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നോക്കാം കേട്ടോ. ഏതായാലും നചികേതസ് അതിനകത്ത് എങ്ങനെ തന്നെയാണോ പറഞ്ഞത്? നചികേതസ് പറയുന്നതായിട്ടാണോ പറയുന്നത്? അല്ല, വൈരാഗ്യ ശതകം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 ശതകങ്ങൾ ഉണ്ട് ഭർതൃഹരിയുടെ. അതിലെ വൈരാഗ്യ ശതകത്തിലാണ് ഈ ഭർതൃഹരി. കഴിഞ്ഞ തവണ എൻ്റെ വല്യച്ഛൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് ഏൽപ്പിച്ചൊരു പുസ്തകമാണ് ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകം. അത് ഞാൻ പക്ഷെ വായിച്ചിട്ടില്ല. വൈരാഗ്യ ശതകം ശരിക്കും ഭയങ്കരമാണ്. പക്ഷെ ഇതിപ്പോ വജിസ്രവസന്റെ പുത്രനായിരിക്കുന്ന നചികേസ് പറയുന്നതായിട്ട് കഠോപനിഷത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ധർമ്മസ്യ തത്വം ഹിതം ഗുഹായാം എന്ന രീതിയിൽ പറഞ്ഞു തന്നിരിക്കുമ്പോൾ അതിൽ പറഞ്ഞു തന്നിരിക്കുന്നതാണ്. പക്ഷെ കഠോപനിഷത്തിലെ മുഴുവൻ വായിക്കുമ്പോഴും അർത്ഥങ്ങൾ മുഴുവൻ ഇത് തന്നെയാണല്ലോ, വൈരാഗ്യത്തിൽ നിന്നും മുക്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആചാര്യന്മാർ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. മറ്റേത് ഞാൻ വൈരാഗ്യ ശതകം നോക്കാം കേട്ടോ. ആരെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനോ കേൾക്കാനോ? ഇന്ന് വളരെ മഹാഭാഗ്യം എനിക്കുള്ളത്, എൻ്റെ 3 ഭാഗവത ഗുരുക്കന്മാർ ഇതിനകത്തുണ്ട്. ഇന്നത്തെ ഒന്ന് എൻ്റെ അമ്മ തന്നെയാണ് ഭാഗവതം തുടങ്ങിയത്. പിന്നെ ഭാഗവത ഹംസം, പരമഭക്തയും ഭാഗവത ഹംസങ്ങളുമായ 2 പേര്, രുക്മിണി ടീച്ചർ നമ്മളുടെ ഈ വേദിയിലൊക്കെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പും. അതേപോലെ രാധാമണി ടീച്ചറും. ഇവരെല്ലാം എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊരു 4 ഡെക്കേഡായി അല്ലേ, 40 വർഷത്തിലുപരിയായിട്ട് ഭാഗവത സപര്യയായിട്ട്. അപ്പോൾ ഇന്നിങ്ങനെ ഭജഗോവിന്ദം തീരുന്ന ക്ലാസ്സിൽ ഇവർ 2 പേരെയും വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. എപ്പോഴും ഗോവിന്ദനെ ഭജിച്ചു കൊണ്ട് നടക്കുന്നവർ നമ്മളോടൊപ്പം ഇന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹമുള്ളതാണ്. അപ്പോൾ അവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് അവരോടും നമുക്ക് പ്രാർത്ഥിക്കാം. ജയശങ്കര. നമസ്തേ. ഞങ്ങളിവിടെ സപ്താഹത്തിലാണ്. പാലായിലെ രാമപുരം ഞങ്ങളുടെ ഫലദേവതാ ക്ഷേത്രത്തിൽ സപ്താഹം. ഇന്ന് ഭദ്രകാളി അവതാരം തീർന്നു, നാളെ നരസിംഹാവതാരം. അപ്പൊ കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നരസിംഹാവതാരത്തില്. ഇവിടെ അനിയനുണ്ട് ഇവിടെ. നമസ്കാരം. ചേച്ചിയുടെ ഭർത്താവിന്റെ അനുജന. ചേച്ചിയുടെ ഭർത്താവിന്റെ അനുജന. കുടുംബക്ഷേത്രം ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കണം. ഇവിടെ സപ്താഹം 18ാമത്തെ വർഷമാണ്. ചേച്ചിന്റെ ആദ്യത്തെ കാണാൻ എടുത്ത ആളുകൾ. ശരി.
കണ്ടതിൽ സന്തോഷം. ജയശങ്കര. ആയിക്കോട്ടെ. ഇനി ഓരോരുത്തരോടും കാര്യങ്ങൾ പറയണമല്ലോ, അതെ അല്ലേ? അതെ ഇത് അതെ കേട്ട അതെ ആളുകളോട് പറയണമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി, ഭാഗ്യമായി. സപ്താഹത്തില് ആഗ്രഹം ഉണ്ടായിട്ടും ചേരാൻ പറ്റില്ലെങ്കിൽ 7ാമത്തെ ദിവസം മുഴുവൻ ഫലം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഭജഗോവിന്ദ അവസാനത്തെ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ മുഴുവൻ ആശയങ്ങളും കിട്ടി. വളരെ സന്തോഷം. ജയ എന്തോ ജയശങ്കര. ജയശങ്കര. ഏതായാലും വളരെ വളരെ സന്തോഷം കേട്ടോ. നല്ലൊരു ക്ലാസ്. ഭാഗവത ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എടുത്ത ആ ക്ലാസ്, വിവരണത്തോടു കൂടി നടത്തിയ ക്ലാസ് അങ്ങേയറ്റം ഭംഗിയായിരിക്കുന്നു കേട്ടോ. അഭിനന്ദനങ്ങൾ ധാരാളം ജയന്. ഞാനിവിടെ തീർച്ചയായിട്ടും പറ്റിച്ചാണ് ഫോട്ടോ കാണിച്ചേക്കണത്. ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജയം കാണുമെന്ന് വെച്ചില്ല എന്ന് പറഞ്ഞു. അത് നമ്മളെ വെറുതെ അങ്ങ് പറയുന്നതല്ല. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ജയ. ഞങ്ങൾക്ക് ഇത് കേൾക്കാനും പറ്റിയല്ലോ ഇന്ന്. ഈ വായന സ്ഥലത്താണെങ്കിൽ ഇത് കേൾക്കാനും പറ്റിയല്ലോ. വളരെ സന്തോഷം. നല്ലൊരു ക്ലാസ് കേട്ടോ. ഈ ശ്ലോകങ്ങളൊക്കെ ജയനെ എങ്ങനെ പഠിച്ചെടുത്തു? ഭാഗവത അരച്ചു കലക്കി കുടിച്ചെന്ന് തോന്നുന്നു. ഭാഗവത ഗുരുക്കന്മാരാ കേട്ടോ അവളെ. എന്റെ ഗുരുക്കന്മാരായിരുന്നു പറയുന്നത്. രുക്മിണി ആചാര്യജി, രുക്മിണി ടീച്ചറെ എനിക്ക് അടുത്ത് പരിചയപ്പെടാൻ ഒരിക്കൽ കഴിഞ്ഞു. ഇവിടെ പുന്നക്കൽ അമ്പലത്തിൽ വെച്ച് ഒരിക്കലും ടീച്ചറെ എനിക്ക് അടുത്തിടപെടാൻ കഴിയും, കാണാനും കഴിഞ്ഞു, സംസാരിക്കാനും കഴിഞ്ഞു. സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. ഓ, അമ്മയുണ്ട് അല്ലേ? അമ്മയും കേൾക്കുന്നുണ്ട്. അമ്മയാണ് ആദ്യത്തെ ഭാഗവത ഗുരു. അതെ അതെ അതെ. പിന്നെ മകത്താണോ? അതോ കാണിക്കുന്നു. ശരി, വളരെ സന്തോഷം ചേച്ചി. ശരി. നല്ല ക്ലാസ് അല്ലേ ചേച്ചി? ഭാഗ്യം. ഞാൻ ഇന്ന് കേട്ടു. എല്ലാരും കേട്ടു ക്ലാസ്. എല്ലാരും കേട്ടു. നല്ലൊരു ക്ലാസ്. സന്തോഷം, വളരെ സന്തോഷം. അമ്മമാരെയൊക്കെ നേരിട്ട് കണ്ട് പരിചയമുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് ഈ അവസരത്തിലൂടെ എത്തി അനുഗ്രഹിച്ചതിൽ വളരെ സന്തോഷം. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സന്തോഷം. ശരി ശരി. വേറൊരു അത്ഭുതം എന്താണെന്നറിയാമോ? ഈ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവകി എന്നുള്ളത് നമുക്ക് പലതവണയും അനുഭവമായിരിക്കുകയാണ്. ആ ഭീഷ്മസ്തുതി വരുന്ന സമയത്ത് വയ്യാതെ കിടക്കുന്നവരെ, അതായത് പോകാൻ വേണം, പോകാൻ പറ്റണില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് കിടക്കുന്നവർക്ക് ഭീഷ്മസ്തുതിയിൽ നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചാൽ ഒരാഴ്ച അങ്ങേയറ്റം അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ വിളിച്ചിരിക്കും. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. ആ ഭാഗവതത്തിന്റെ പ്രത്യക്ഷ അനുഭവം നമുക്കത് പലതവണ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ഭീഷ്മസ്തുതിയിൽ തീരെ വയ്യാതെ ക്യാൻസർ ആയിട്ട് എന്താ വേണ്ടേന്നോർത്ത് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചു. ഇന്ന് വെളുപ്പാങ്കാലത്ത് അദ്ദേഹം വിഷ്ണുപദം പോയി. അങ്ങനെ പ്രത്യക്ഷമായ അനുഭവമാണ് ഭീഷ്മസ്തുതിയിലെ ഭാഗവതത്തിന്റെ അനുഭവങ്ങള്. അപ്പം ജയന് ഗോവിന്ദന്റെ അനുഗ്രഹം കിട്ടട്ടെ. അതെ അതെ കേട്ടോ, എല്ലാ തരത്തിലും സർവത്ര ടീച്ചറെ, ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗോവിന്ദന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ജീവിത ലക്ഷ്യങ്ങൾ എത്താൻ പ്രാപ്തമാകട്ടെ എന്ന് അനുഗ്രഹിക്കുക എല്ലാവരോടും, എല്ലാവർക്കും. വളരെ സന്തോഷം. അത് പറയാനില്ല, ഉണ്ട്. അതെ, ശരി. എന്നാലേ ശരി, ആയിക്കോട്ടെ. ആരെങ്കിലും ഒന്ന് ചൊല്ലുന്നുണ്ടോ? ഒരു 4 വരി ഒന്ന് ചൊല്ലിയിട്ടങ്ങ് നിർത്താം. അമ്മ വല്ലതും പറയുന്നോ? അമ്മേ, ഉണ്ണികൃഷ്ണൻ സാറേ, ആ 4 വരി, അവസാനത്തെ 4 വരി ഇപ്പൊ പഠിച്ചില്ലേ? അവസാനത്തെ 4 ശ്ലോകങ്ങൾ. 16, 17, 18, അതെ അതെ, 16, 17, 18, 19 ഈ 4 ശ്ലോകങ്ങളൊന്ന് ചൊല്ലിയിട്ട് നിർത്തിക്കോളൂ. ആദ്യത്തെ ഒരു ശ്ലോകം ഞാൻ ചൊല്ലാം. ആദ്യത്തെ ഒരു ശ്ലോകം ഞാൻ ചൊല്ലാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സുഖദ ക്രിയതേ രാമ ഭോഗ പശ്ചാന്ത ശരീരേ രോഗ
യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ജതി പാപാചരണം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒരു വരി ഇത്തിരി മിസ്റ്റേക്ക് വന്നു. അതൊരു ഇച്ചിരി മിസ്റ്റേക്ക് വന്നു. ആദ്യമായിട്ട് അടുത്ത ശ്ലോകമാണ്. പ്രത്യാചർപ്പട വിരചിത കന്ധ പുണ്യാ പുണ്യ വിവർജിത പന്ഥ യോഗി യോഗ നിയോജിത ചിത്ത രമതേ ബാലോന്മത്തവദേവ. ആചാര്യ ഈ ശ്ലോകത്തില് എന്റെ ബുക്കിലെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പാഠഭേദമുണ്ട്. ഈ പറഞ്ഞ യോഗി യോഗ നിയോജിത ചിത്ത അല്ലെ? അതുകൊണ്ട് കാരണം പറയല്ലേ, രഥ്യാകർപ്പട വിരചിത കന്ധ ഒരു അവധൂത ലക്ഷണമാണ് നാം പറഞ്ഞത്. അതാണ് പറഞ്ഞത് യോഗി യോഗ നിയോജിത ചിത്തോ. അത് യോഗിയുടെ ലക്ഷണമാണല്ലോ അത്. അതെ. രഥ്യാചർപ്പട വിരചിത കന്ധ പുണ്യാ പുണ്യ വിവർജിത പന്ഥ യോഗി യോഗ നിയോജിത ചിത്ത രമതേ ബാലോന്മത്തവദേവ. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന ഭജതി ന മുക്തിം ജന്മശതേന. യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിൻകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ജയശങ്കര. കവിത ചേച്ചി ചൊല്ലുന്നോ? അവസാനത്തെ 4 വരി ചൊല്ലട്ടോ. ചൊല്ലിക്കോളൂ. യോഗരതോ വാ ഭോഗരതോ വാ സംഘരതോ വാ സംഘവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ത്രികുൻകരണേ. ജയശങ്കര. ഞാനൊരു 4 വരി ചൊല്ലിയേക്കാം. ജയശങ്കർ ക്ലാസ് എടുത്തിട്ട് ചൊല്ലിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ടത്. അല്ല, നമുക്ക് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം
ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി രുക്രഞ്ചകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? അതെ, എന്തായാലും ഏറെ ക്ലാസ്സുകളിൽ കൂടി സൗന്ദര്യ ലഹരിയും അതുപോലെ തന്നെ ഭജഗോവിന്ദവും നമുക്കായി പഠിപ്പിച്ചു തന്ന നമ്മുടെ ബഹുമാന്യനായ ജയകൃഷ്ണൻജിയെ കൃത്യമായ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. ഈ പഠന ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. തീർച്ചയായും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങൾ എന്നും ഭാഗഭാക്കാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 19 പത്തനംതിട്ട ശാന്താനന്ദാശ്രമത്തിൽ വെച്ച് ശ്രീശങ്കര സ്മൃതി ആഘോഷം നടക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഏവരും അതിൽ പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജയശങ്കര. ഒരു സെക്കൻഡ് പറഞ്ഞോളൂ. ജയ ജയ ഭാഗവതാം ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സമേത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയശങ്കര. ജയശങ്കര, ജയശങ്കര. പ്രത്യേക നമസ്കാരം ഭാഗവതാചാര്യന്മാർക്കും കൂടെ ഉണ്ടായി. നമസ്കരിച്ചു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ജയശങ്കര. ജയശങ്കര. നമസ്തേ. അറിഞ്ഞൂടാ. സൂം ഓഫ് ചെയ്യാനാവും. ഓഫ് ചെയ്തില്ല, നമ്മൾ അറിഞ്ഞൂടാ. നമസ്തേ. വീഡിയോ ഓഫ് ചെയ്യാനാ? നമസ്തേ. എന്താ ഞാനായിട്ട് അറിഞ്ഞുകൂടാതാ. പോയി.
സൂം പോയി. കഴിഞ്ഞു. നീ ഗുളികയൊക്കെ നീ കഴിക്കാം. വെറുതെ വിളിക്കാം. ഗുളികയൊക്കെ കഴിക്കാം. ഇപ്പൊ ഒന്നും പറയാനൊന്നുമില്ല. എനിക്കിപ്പോ ഒന്നും